ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം കെടുത്തുന്നത് ആരാണ്? നിങ്ങളെ വിമർശിച്ച ആളുകളോ, നിങ്ങളെ വിട്ടുപോയവരോ, നിങ്ങളെ തെറ്റിദ്ധരിച്ചവരോ? അല്ല, നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത് അവരെ മാറ്റാൻ നിങ്ങൾ നടത്തുന്ന ശ്രമമാണ്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ലോക പ്രശസ്ത എഴുത്തുകാരിയായ മെൽ റോബിൻസ് അവതരിപ്പിച്ച ലെറ്റ് ദം തിയറിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒറ്റ സെന്റൻസ് മാത്രം: ലെറ്റ് ദം ബി ഹൂ ദേ ആർ, ലെറ്റ് മീ ബി ഹൂ ഐ ആം. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആരും നിങ്ങളുടെ മനസമാധാനം മോഷ്ടിക്കില്ല. ഒരു ചെറിയ കഥ. ഒരു അച്ഛനും മകനും ഒരു കഴുതയുമായി യാത്ര ചെയ്യുകയായിരുന്നു. ആദ്യം രണ്ടുപേരും നടന്നു. ആളുകൾ പറഞ്ഞു, കഴുതയുള്ളപ്പോൾ നടക്കുന്നത് എന്ത് മണ്ടത്തരം. അപ്പോൾ അച്ഛൻ കഴുതപ്പുറത്ത് കയറി. മറ്റുള്ളവർ പറഞ്ഞു, സ്വാർത്ഥനായ അച്ഛൻ കുട്ടിയെ നടത്തിക്കുന്നു. അച്ഛൻ ഇറങ്ങി, മകൻ കയറി. വീണ്ടും വിമർശനം. അവസാനം രണ്ടുപേരും കയറി. പാവം കഴുത. പിന്നെ രണ്ടുപേരും ഇറങ്ങി. ഇത്ര മണ്ടന്മാർ. ഈ കഥയുടെ പാഠം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജീവിതം അവരുടെ അഭിപ്രായം അനുസരിച്ചാണോ അതോ നിങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ചാണോ? എന്താണ് ലെറ്റ് ദം തിയറി? ലെറ്റ് ദം തിയറി ഒരു മാജിക് അല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ടൂളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജ്ജച്ചോർച്ച എവിടെയാണ്? അത് മറ്റുള്ളവരെ മാറ്റാനുള്ള ശ്രമത്തിലാണ്. അയ്യോ, അവർ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, അവർ എന്നെ അംഗീകരിക്കണം, അവർ അങ്ങനെ പറയരുതായിരുന്നു. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിലായിരിക്കും. പക്ഷേ ലെറ്റ് ദം തിയറി പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. രണ്ട് ശക്തമായ പ്രിൻസിപ്പിൾസ്. ലെറ്റ് ദം. ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലേ? ലെറ്റ് ദം. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചോ? ലെറ്റ് ദം. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നുണ്ടോ? ലെറ്റ് ദം. നിങ്ങളെ ക്ഷണിച്ചില്ലേ? ലെറ്റ് ദം. അക്സെപ്റ്റൻസ് ഈസ് നോട്ട് അപ്രൂവൽ. അംഗീകരിക്കുക എന്നതുകൊണ്ട് സമ്മതിക്കുന്നു എന്നല്ല, യാഥാർത്ഥ്യം അതുപോലെ ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ഭയങ്ങൾ, വേദനകൾ ഇവയുടെ അടിസ്ഥാനത്തിലാണ് പെരുമാറുന്നത്. അവരുടെ മനസ്സിലേക്ക് കയറി അവരുടെ ചിന്ത മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. പലരും ചെയ്യുന്ന തെറ്റിദ്ധാരണ ലെറ്റ് ദം എന്നാൽ ദുർബലനാകുക എന്നല്ല, അനീതി സഹിക്കുക എന്നല്ല, അബ്യൂസ് സഹിക്കുക എന്നല്ല, ടോക്സിക് റിലേഷൻഷിപ്പ് തുടരുക എന്നല്ല, ബൗണ്ടറീസ് ഇല്ലാതെ ജീവിക്കുക എന്നല്ല. ആവശ്യമുള്ളിടത്ത് വ്യക്തമായി നോ പറയുക, ആവശ്യമില്ലെങ്കിൽ അകന്നു നിൽക്കുക, പക്ഷേ കോപം കൊണ്ടല്ല, ബോധത്തോടെ. സെക്കൻഡ് വൺ, ലെറ്റ് മീ. ഇതാണ് യഥാർത്ഥ ശക്തി. ലെറ്റ് ദം ഗോസിപ്പ്, ലെറ്റ് മീ പ്രൊട്ടക്ട് മൈ പീസ്. ലെറ്റ് ദം റിജക്ട് മീ, ലെറ്റ് മീ റെസ്പെക്ട് മൈസെൽഫ്. ലെറ്റ് ദം ഹേറ്റ് മീ, ലെറ്റ് മീ ചൂസ് കൈൻഡ്നസ്. ലെറ്റ് ദം ലീവ്, ലെറ്റ് മീ ഗ്രോ. ലെറ്റ് ദം അണ്ടർ എസ്റ്റിമേറ്റ് മീ, ലെറ്റ് മീ ബിക്കം അൺസ്റ്റോപ്പബിൾ. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ കുടുംബത്തിൽ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല, ലെറ്റ് ദം. ലെറ്റ് മീ കമ്മ്യൂണിക്കേറ്റ് കാംലി. ഓഫീസിൽ പ്രൊമോഷൻ കിട്ടിയില്ല, ലെറ്റ് ദം ചൂസ്. ലെറ്റ് മീ ഇംപ്രൂവ് മൈ സ്കിൽസ്. നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ആരെങ്കിലും റിപ്ലൈ ചെയ്യുന്നില്ല, ലെറ്റ് ദം. ലെറ്റ് മീ സ്റ്റോപ്പ് ചേസിങ്. സോഷ്യൽ മീഡിയ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഹേറ്റ് കമന്റ്, ലെറ്റ് ദം കമന്റ്. ലെറ്റ് മീ കണ്ടിന്യൂ ക്രിയേറ്റിംഗ്. ഫ്രണ്ട്ഷിപ്പ് ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ലെറ്റ് ദം. ലെറ്റ് മീ എൻജോയ് മൈ ഓൺ ലൈഫ്. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാന ആശയമുണ്ട്, സർക്കിൾ ഓഫ് കൺട്രോൾ. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്താണ്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാത്തത് മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവരുടെ പെരുമാറ്റം, കഴിഞ്ഞ കാലം, എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുമോ എന്നത്. നിങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജം ചെലവഴിക്കുമ്പോൾ സ്ട്രെസ്, ആൻസൈറ്റി, ആങ്കർ, ഡിസപ്പോയിൻമെന്റ് എല്ലാം കൂടുന്നു. ലെറ്റ് ദം തിയറിയുടെ 4 ഗുണങ്ങൾ: നമ്മുടെ സമ്മർദ്ദം കുറയുന്നു, കോപം കുറയുന്നു, റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നു, ഇമോഷണൽ ഫ്രീഡം ലഭിക്കുന്നു. ഏറ്റവും വലിയ നേട്ടം, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങൾ തിരികെ സ്വന്തമാക്കുന്നു. ഒരു ശക്തമായ ചിന്ത,
ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിലും നല്ല ആളാകാൻ ശ്രമിച്ചാൽ അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യനാകും. നിങ്ങൾ എല്ലാവരുടെയും അംഗീകാരം അന്വേഷിച്ചാൽ നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടും. അവസാന സന്ദേശം: ജീവിതം വളരെ ചെറുതാണ്. എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കാൻ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ, എല്ലാവരുടെയും അംഗീകാരം നേടാൻ നിങ്ങളുടെ ജീവിതം കളയരുത്. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചാൽ ലബ്ധം, ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ ലബ്ധം, ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയാൽ ലബ്ധം. പക്ഷേ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകരുത്. ലെറ്റ് മീ പ്രൊട്ടക്ട് മൈ പീസ്, ലെറ്റ് മീ റെസ്പെക്ട് മൈസെൽഫ്, ലെറ്റ് മീ ചൂസ് ഹാപ്പിനെസ്, ലെറ്റ് മീ കീപ് ഗ്രോയിങ്. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ മാറ്റുന്നതിലല്ല, നമ്മുടെ പ്രതികരണം തിരഞ്ഞെടുക്കുന്നതിലാണ്. അതിനാൽ ഇന്നു മുതൽ let them be who they are and let yourself become the person you were born to be. Thank you.